കുവൈത്തിൽ KMCC യോഗത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന് നേരെ കയ്യേറ്റം. KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനിടെയാണ് കയ്യേറ്റമുണ്ടായത്. ലീഗ് നേതാക്കളായ ആബിദ് ഹുസൈൻ തങ്ങളും അബ്ദുറഹ്മാൻ റത്താണിയും വേദിയിലുണ്ടായിരുന്നു. KMCC ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ കണ്ടേത്തിന്റെ നേതൃത്വത്തിലാണ് കയ്യേറ്റമുണ്ടായത്. തെരഞ്ഞെടുപ്പ് നടത്താനാകാതെ നേതാക്കൾ ഹോട്ടലിലേക്ക് മടങ്ങി. സലീം കോട്ടയിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലീം, അവിടെ എന്താണ് സംഭവിച്ചത്? ഇത്തരത്തിൽ PMA സലാമിന് നേരെ കയ്യേറ്റം എത്താനുള്ള ഒരു കാരണം എന്തായിട്ടാണ് കരുതുന്നത്? ആരൊക്കെ ഉണ്ടായിരുന്നു ആ വേദിയിൽ? അമൃത അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ജനറൽ ബോഡിക്കിടെയായിരുന്നു പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. ജനറൽ ബോഡി കൌൺസിൽ ആരംഭിച്ച് PMA സലാം ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനിടയിൽ മുൻ കുവൈറ്റ് KMCC പ്രസിഡന്റും ഇപ്പോൾ KMCC ജനറൽ സെക്രട്ടറിയുമായ ഷറഫുദ്ദീൻ ഖാനത്തിന്റെ നേതൃത്വത്തിൽ KMCC പ്രവർത്തകർ യോഗത്തിലേക്ക് എത്തുകയായിരുന്നു. വേദി കയ്യേറിയ പ്രവർത്തകർ വേദിയിലിരുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PMA സലാമും അബ്ദുറഹ്മാൻ രണ്ടത്താനെയും ആബിദ് ഹുസൈൻ തങ്ങളെയും ചോദ്യം ചെയ്യുകയും തെരഞ്ഞെടുപ്പിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട് ജില്ലാ കൌൺസിൽ അല്ലാത്തവർ യോഗത്തിൽ നിന്ന് വെളിയിൽ പോകണമെന്ന് PMA സലാം പലവട്ടം അഭ്യർത്ഥിച്ചെങ്കിലും പുറത്തേക്ക് പോകുവാൻ ആരും തയ്യാറായില്ല. തുടർന്ന് യോഗം നിർത്തിയ നേതാക്കൾ തെരഞ്ഞെടുപ്പ് നടത്താനാവാതെ ഹോട്ടലിലേക്ക് മടങ്ങുകയായിരുന്നു. തർക്കത്തെ തുടർന്ന് PMA സലാം ഇന്ന് രാത്രി തന്നെ നാട്ടിലേക്ക് തിരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. നേരത്തെ തങ്ങൾ ഉയർത്തിയ പരാതികൾ പരിഹരിച്ചില്ലെന്നും തർക്കങ്ങൾ പരിഹരിക്കാതെ ഏകപക്ഷീയമാണ് ജില്ലാ കമ്മിറ്റി യോഗം നടത്തിയെന്നും ജനറൽ സെക്രട്ടറി വിഭാഗം അതിനിടെ ആരോപിക്കുകയും ചെയ്തു. ശരി, കുവൈറ്റിൽ നിന്ന് സലീം കോട്ടയിലാണ് വിവരങ്ങൾ നൽകിയത്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.